90+ മൈ ട്യൂഷൻ ആപ്പ് ഉന്നത നിലവാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആപ്പ്. നമസ്കാരം. ലണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. CAG-യുമായി തുറന്ന പോരിന് സംസ്ഥാന സർക്കാർ. കിഫ്ബിക്കെതിരായ റിപ്പോർട്ട് നിയമസഭ പ്രമേയത്തിലൂടെ തള്ളി. കരട് റിപ്പോർട്ടിലില്ലാത്തത് അന്തിമ റിപ്പോർട്ടിൽ വരുന്നത് സാമാന്യ നീതി നിഷേധമെന്ന് മുഖ്യമന്ത്രി. പ്രമേയത്തെ എതിർത്ത് പ്രതിപക്ഷം. തെറ്റായ കീഴ്വഴക്കമെന്ന് വിമർശനം. ധനമന്ത്രി ഒരുക്കിയ കുഴിയിൽ മുഖ്യമന്ത്രി വീടുമെന്ന് VD സതീശൻ. ഭരണഘടനയ്ക്ക് മുകളിലല്ല നിയമസഭയെന്ന് BJP. 14ാം നിയമസഭയുടെ അവസാന സമ്മേളനം ഇന്ന് അവസാനിക്കും. അവസാന ദിവസവും ഭരണ പ്രതിപക്ഷ വാക്പോര്. കണ്ണൂരിലെ CPIM കൊലവിളിയിൽ അടിയന്തര പ്രമേയം അനുവദിക്കാത്തതിൽ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷ പ്രതിഷേധം. പീഡനക്കേസിലെ പരാതിക്കാരിയായ കന്യാസ്ത്രീക്കെതിരെ മോശം പരാമർശം നടത്തിയ PC ജോർജ് MLA ശാസിച്ച് സ്പീക്കർ. PC ജോർജിന്റെ പെരുമാറ്റം നിയമസഭാംഗങ്ങളുടെ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് സ്പീക്കർ. ശാസന സ്വീകരിക്കുന്നതായി PC ജോർജ്. സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടയാൾ എങ്ങനെ കന്യാസ്ത്രീയാകുമെന്നും ആ പ്രയോഗം സഭാ നടപടികളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും PC ജോർജ്. കടക്കാവൂർ പോക്സോ കേസിൽ അമ്മയ്ക്ക് ജാമ്യം. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. വനിതാ IPS ഓഫീസർ കേസ് അന്വേഷിക്കണമെന്നും ഹൈക്കോടതി. തൃശൂർ കോർപ്പറേഷനിലെ പുല്ലഴി ഡിവിഷനിൽ LDF-ന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത UDF. കോർപ്പറേഷനിൽ ഇരുമുന്നണികൾക്കും ഒരേ സീറ്റ് നില. LDF-നൊപ്പം തുടരുമെന്ന് മേയർ MK വർഗീസ്. ഭരണം പിടിക്കാൻ ചരട് വലിച്ച UDF. MK വർഗീസിനെ തിരികെ വിളിക്കുമെന്ന് DCC പ്രസിഡന്റ്. കളമശ്ശേരിയിൽ LDF സ്വതന്ത്രന് അട്ടിമറി ജയം. തോൽവിക്ക് പിന്നാലെ UDF-ൽ പൊട്ടിത്തെറി. കോൺഗ്രസിൽ തൊഴുത്തിൽ കുത്തെന്ന് മുസ്ലിം ലീഗ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ തില്ലങ്കേരി ഡിവിഷനിൽ LDF-ന് ജയം. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി തന്നെ എത്തിയേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ നേതൃത്വത്തിൽ പ്രചാരണം നടത്തും. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കൂട്ടായ നേതൃത്വത്തിൽ UDF നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി MP. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിട്ട അവസ്ഥയിലായിരിക്കില്ല UDF. ചെന്നിത്തല മികച്ച പ്രതിപക്ഷ നേതാവാണ്. മുന്നണിക്കുള്ളിൽ ഐക്യമുണ്ടാക്കാൻ ഹൈക്കമാൻഡിന് കഴിഞ്ഞെന്നും PK കുഞ്ഞാലിക്കുട്ടി. LDF ഇടണമെന്ന ആവശ്യമുന്നയിച്ച് NCP സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തിന് കത്തയച്ചു. UDF-ലേക്ക് പോകണമെന്നും കത്തിൽ ആവശ്യം. മുന്നണി 7 സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും സമവായമല്ല തീരുമാനമാണ് ഇനി വേണ്ടതെന്നും കത്തിൽ. മുന്നണി മാറ്റത്തിൽ NCP ഉടൻ തീരുമാനമെടുക്കണമെന്ന് കോൺഗ്രസ്. ഈ മാസം തന്നെ UDF-ൽ ചേരണമെന്ന് നിർദ്ദേശം. മാണി സി കാപ്പൻ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തി. കർണാടകയിലെ ശിവമോഗയിൽ സ്ഫോടക വസ്തുക്കളുമായി എത്തിയ ട്രക്ക് പൊട്ടിത്തെറിച്ച് 8 മരണം. സ്ഫോടനമുണ്ടായത് ക്വാറിയിലേക്ക് വന്ന ട്രക്കിൽ. നിരവധി പേർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ. മരിച്ചത് ബീഹാറിൽ നിന്നുള്ള തൊഴിലാളികൾ. ക്വാറിയുടം ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി. കർഷക സംഘടനകളുമായുള്ള കേന്ദ്ര സർക്കാരിന്റെ 11ാം ഘട്ട ചർച്ച ഡൽഹിയിൽ. കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കർഷക സംഘടനാ നേതാക്കൾ. താങ്ങുവിലയിൽ പ്രത്യേക നിയമനിർമ്മാണം വേണമെന്നും ആവശ്യം. റിപ്പബ്ലിക് ദിനത്തിൽ ട്രാക്ടർ റാലി നടത്തും. അതിർത്തികളിലെ കർഷക പ്രക്ഷോഭം 58ാം ദിവസം. രാജ്യത്ത് ഇന്ധനവില റെക്കോർഡിൽ. ഇത് 7ാം തവണയാണ് ജനുവരി മാസത്തിൽ ഇന്ധനവില വർദ്ധിക്കുന്നത്. പെട്രോളിനും ഡീസലിനും വർദ്ധിച്ചിരിക്കുന്നത് 25 പൈസ വീതം. കൊച്ചിയിൽ പെട്രോൾ വില 85 രൂപ 61 പൈസയായി. ഡീസൽ വില 79 രൂപ 71 പൈസയായി ഉയർന്നു. സംസ്ഥാനം എപ്പോഴും പൂർണ്ണമായി അടച്ചിടാൻ കഴിയില്ലെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. മരണനിരക്കും വ്യാപനവും കുറയ്ക്കാനാണ് കേരളം ആദ്യം മുതൽ ശ്രമിച്ചത്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ കേസുകൾ വർദ്ധിച്ചു. മരണനിരക്ക് 0.5% താഴ്ന്നു നിർത്താൻ സംസ്ഥാനത്തിന് കഴിഞ്ഞു. വാക്സിൻ എടുത്താലും മാസ്ക് ഉപേക്ഷിക്കാൻ കഴിയില്ലെന്നും ആരോഗ്യമന്ത്രി. KSRTC-യിലെ അഴിമതി ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. 100 കോടി രൂപ അഴിമതി നടന്നുവെന്ന MDയുടെ വെളിപ്പെടുത്തലിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന ആവശ്യം. ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് വിഴിഞ്ഞം ഡിപ്പോയിലെ ജീവനക്കാരൻ. ഓഡിറ്റ് ഉദ്യോഗസ്ഥരടക്കം അഴിമതി നടത്തിയെന്നത് ഗൌരവമുള്ളതെന്ന് ഹർജിയിൽ വാദം. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഭക്തരിൽ നിന്ന് സഹായം സ്വീകരിക്കാനുള്ള തീരുമാനവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഫെബ്രുവരി മുതൽ പദ്ധതി ആരംഭിക്കാൻ തീരുമാനം. ഇതര സംസ്ഥാനത്തെ ഭക്തരിൽ നിന്നും സർക്കാരുകളിൽ നിന്നും സഹായം അഭ്യർത്ഥിക്കും. ശബരിമലയിൽ ഈ സീസണിലെ വരുമാനത്തിലുണ്ടായത് 92% ഇടിവ്. നിരപരാധിത്വം തെളിയിക്കാൻ അനുവാദം തേടിയ സിദ്ദിഖ് കാപ്പൻ സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകി. നുണപരിശോധനയ്ക്ക് തയ്യാറെന്ന് സിദ്ദിഖ് കാപ്പൻ. അക്കൗണ്ടുകളുടെ വിവരങ്ങൾ പൂർണ്ണമായി പരിശോധനയ്ക്ക് നൽകാൻ തയ്യാറെന്നും സിദ്ദിഖ് കാപ്പൻ. കോവിഡ് വ്യാപനത്തെ തുടർന്ന് കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല അടച്ചു. 27ാം തീയതി വരെ സർവകലാശാല പ്രവർത്തിക്കില്ല. തീരുമാനം 9 ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ കേരളത്തിലേക്ക് ഫെബ്രുവരി 3-4 തീയതികളിൽ നദ്ദ കേരളത്തിലെത്തും. കൂടിക്കാഴ്ചയോടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ധാരണയിലെത്തും. ഘടകകക്ഷി നേതാക്കളുമായും ചർച്ച. ദേശീയ വാർത്തകൾ. രാജ്യത്ത് 14,545 പേർക്ക് കൂടി കോവിഡ്. 18,002 പേർ രോഗമുക്തി നേടി. 24 മണിക്കൂറിനിടെ 163 മരണം. ഉദ്യോഗസ്ഥരുടെ അവധികൾ റദ്ദാക്കി ഹരിയാന പോലീസ്. റിപ്പബ്ലിക് ദിനത്തിൽ ട്രാക്ടർ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് കർഷകർ വ്യക്തമാക്കിയതോടെയാണ് നടപടി. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ പോലീസ് ഉദ്യോഗസ്ഥർ അവധി എടുക്കരുതെന്ന് നിർദ്ദേശം. അടിയന്തര സാഹചര്യമുള്ളവർക്ക് മാത്രം അവധി. മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്ക് ഇന്ത്യയിലൂടെ സഞ്ചരിക്കാൻ Z+ കാറ്റഗറി സുരക്ഷ. ജഡ്ജിക്ക് സുരക്ഷയൊരുക്കാൻ CRPF ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം. ഫെബ്രുവരി 1 മുതൽ റിലേ നിരാഹാര സമരം നടത്തുമെന്ന IMA. പ്രതിഷേധ സമരം ആയുർവേദത്തിൽ PG പ്രാക്ടീസ് ചെയ്യുന്നവർക്കും സർജറികൾ നടത്താമെന്ന ആയുഷ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിനെതിരെ കേന്ദ്ര തീരുമാനം മിക്സോപതിയിലേക്കാണ് നയിക്കുകയെന്ന് വിമർശനം. അസമിൽ ദേശീയ പൗരത്വ രജിസ്റ്ററിൽ പേരില്ലാത്തവർക്കും വോട്ട് രേഖപ്പെടുത്താമെന്ന ഇലക്ഷൻ കമ്മീഷൻ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് കോൺഗ്രസും IIUDFും. കഴിഞ്ഞ ഓഗസ്റ്റിൽ പുറത്തിറക്കിയ പട്ടികയിൽ നിന്ന് 19 ലക്ഷം പേർ ഒഴിവാക്കപ്പെട്ടതിനെ തുടർന്ന് വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. ത്രിപുരയിൽ BSF ജവാന്മാർക്ക് കോവിഡ് വാക്സിൻ നൽകി തുടങ്ങി. അഗർത്തലയിൽ വാക്സിൻ നൽകിയത് സൽബാഗിൽ നിന്നുള്ള ജവാന്മാർക്ക്. രാജ്യത്ത് 138 ITBP ഉദ്യോഗസ്ഥർക്കും വാക്സിനേഷൻ നൽകി. കേംബ്രിഡ്ജ് അനലിറ്റിക്കയും ഗ്ലോബൽ സയൻസിനുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് CBI. ഇന്ത്യയിലെ ഫേസ്ബുക്ക് ഉപയോക്താക്കളുടെ വ്യക്തിവിവരം ദുരുപയോഗം ചെയ്തതിലാണ് നടപടി. കേസുകളിൽ വിധി കേൾക്കുന്നതിൽ ഹൈബ്രിഡ് സംവിധാനം നടപ്പാക്കാനൊരുങ്ങി ഡൽഹി ഹൈക്കോടതി. വെർച്വലായും നേരിട്ടും ഇരുഭാഗങ്ങൾക്കും ഹാജരാകാം. ഏതെങ്കിലും ഒരു വിഭാഗം കോടതിയിൽ നേരിട്ടെത്തണം. മുത്തൂറ്റ് ഫിനാൻസിന്റെ ഹൊസൂർ ബ്രാഞ്ചിൽ കൊള്ള. 7 കോടി രൂപ വിലമതിക്കുന്ന സ്വർണം കവർന്നു. തോക്ക് ചൂണ്ടിയാണ് കവർച്ച നടന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. പശ്ചിമ ബംഗാളിൽ പോളിംഗ് ദിവസത്തിന് 15 ദിവസം മുൻപ് കേന്ദ്ര സായുധ സേനയെ വിന്യസിക്കണമെന്ന ആവശ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ച് BJP നേതാക്കൾ. നിർണായക പോളിംഗ് സ്റ്റേഷനുകളിൽ തത്സമയ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തണമെന്നും ആവശ്യം. മന്ത്രിസഭയിൽ അഭിപ്രായ ഭിന്നതകളുണ്ടെന്ന ആരോപണം തള്ളി കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ. എല്ലാവരും ഒറ്റക്കെട്ടാണെന്നും എല്ലാ മന്ത്രിമാരും ഒരുമിച്ച് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമെന്നും BS യെദ്യൂരപ്പ. പുതുതായി 7 പേരെ കൂടി ഉൾപ്പെടുത്തി മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചത് ഈ മാസം 13-ന്. ഡൽഹി ITO ജംഗ്ഷനിൽ വൻ തീപിടുത്തം. ജംഗ്ഷനിലെ എഞ്ചിനീയേഴ്സ് ഭവനിലാണ് തീപിടുത്തം റിപ്പോർട്ട് ചെയ്തത്. ഫയർഫോഴ്സ് തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. ആളപായമില്ല. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സൗജന്യ ഗൈഡ് ബുക്ക് പുറത്തിറക്കിയ ഒഡീഷ സർക്കാർ. നടപടി കുട്ടികളിലെ പരീക്ഷാ പേടി കുറയ്ക്കാൻ. പരീക്ഷാ ദർപ്പൺ എന്ന പേരിലാണ് ഗൈഡ് പുറത്തിറക്കിയത്. പശ്ചിമ ബംഗാൾ കോടികളുടെ കടത്തിലെന്ന് മുൻ തൃണമൂൽ കോൺഗ്രസ് MPയും BJP നേതാവുമായ അരിന്ദം ഭട്ടാചാര്യ. സംസ്ഥാനത്തെ സംവിധാനങ്ങൾക്ക് മാറ്റം കൊണ്ടുവരണമെന്നും മാറ്റം BJPക്കൊപ്പമാണ് സാധ്യമാകുന്നതെന്നും അരിന്ദം ഭട്ടാചാര്യ. പശ്ചിമ ബംഗാളിൽ വനം വകുപ്പ് മന്ത്രി രജീവ് ബാനർജിയുടെ രാജി ഗവർണർ സ്വീകരിച്ചു. രാജിയുടെ കാരണം വ്യക്തമല്ല. പശ്ചിമ ബംഗാളിലെ ജനങ്ങളെ സേവിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് രാജിക്കത്ത്. പുനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ സറസ് പൂനെവാല. ഇന്നലെയുണ്ടായ തീപിടുത്തത്തിൽ 5 പേരാണ് മരിച്ചത്. വെൽഡിംഗ് ജോലിക്കിടെയാണ് തീപിടുത്തമുണ്ടായത്. ഇന്ത്യൻ കര വ്യോമ നാവികസേനകൾ തീരസംരക്ഷണ സേന എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൈനികാഭ്യാസമായ എക്സസൈസ് കവചിനു അടുത്തയാഴ്ച നടക്കും. ആൻഡമാൻ നിക്കോബർ കമാൻഡിന് കീഴിലാണ് സംയുക്ത സേനാഭ്യാസം സംഘടിപ്പിക്കുന്നത്. ലഫ്റ്റനന്റ് ഗവർണർ കിരൺ ബേദിയെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് പുതുച്ചേരി മുഖ്യമന്ത്രി V. നാരായണസ്വാമി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ കാണും. കിരൺ ബേദി പുതുച്ചേരിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്നും ഭരണത്തിൽ ഇടപെടുകയാണെന്നും മുഖ്യമന്ത്രി V. നാരായണസ്വാമി. തെലങ്കാനയിൽ ബാങ്ക് തട്ടിപ്പ് നടത്തിയ 5-അംഗ സംഘത്തെ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു. സൈബർ തട്ടിപ്പിലൂടെ പ്രതികൾ ലക്ഷങ്ങൾ നേടിയതായി കണ്ടെത്തി. പ്രതികൾ 2011 മുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെന്ന് പോലീസ്. അരുണാചൽ പ്രദേശിനെ അംഗീകരിച്ചിട്ടില്ലെന്ന് ചൈന. ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ പുതിയ ഗ്രാമം നിർമ്മിച്ചുവെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ചു. സ്വന്തം പ്രദേശത്തിനകത്ത് വികസന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ആർക്കും എതിർക്കാൻ കഴിയില്ലെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം. RT-PCR പരിശോധനയുടെ നിരക്ക് കുറച്ച് ഉത്തരാഖണ്ഡ് സർക്കാർ. 900 രൂപയിൽ നിന്നും പരിശോധന നിരക്ക് 500 രൂപയാക്കി കുറച്ചു. ആന്റിജൻ പരിശോധനയുടെ 700 രൂപയിൽ നിന്ന് 427 രൂപയായി കുറച്ചു.
അന്താരാഷ്ട്ര വാർത്ത. അടുത്ത 100 ദിവസത്തേക്ക് എല്ലാ അമേരിക്കക്കാരും മാസ്ക് നിർബന്ധമായും ധരിക്കണമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ. ഏപ്രിൽ വരെ മാസ്ക് ധരിക്കുന്നത് ശീലമാക്കുന്നതിലൂടെ 50,000-ലധികം പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായമെന്നും ജോ ബൈഡൻ. ബാഗ്ദാദിൽ 32 പേരുടെ മരണത്തിനിടയാക്കിയ ഇരട്ട ബോംബ് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത IS. ഇന്നലെ നടന്ന സ്ഫോടനത്തിൽ 32 പേർ കൊല്ലപ്പെടുകയും 110 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ബാഗ്ദാദിലുണ്ടായത് കഴിഞ്ഞ 3 വർഷത്തിനിടെ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണം. ടോക്കിയോ ഒളിമ്പിക്സ് റദ്ദാക്കില്ലെന്ന് ജപ്പാൻ. റദ്ദാക്കാൻ തീരുമാനിച്ചുവെന്ന മാധ്യമ വാർത്തകൾ തള്ളി. ഈ വർഷം മധ്യത്തിൽ ഒളിമ്പിക്സ് നടത്താൻ തിരക്കിട്ട നീക്കം. പുതിയ പ്രസിഡന്റ് ജോ ബൈഡനെ പ്രശംസിച്ച് US ആരോഗ്യ വിദഗ്ധൻ ആന്റണി ഫൗസി. ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ബൈഡന്റെ പ്രവർത്തനങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്ന് ആന്റണി ഫൗസി. മുൻ സർക്കാരിനേക്കാൾ അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്ന സർക്കാരാണ് ഇതെന്നും ആന്റണി ഫൗസി. അമേരിക്കയിലെ സിയാറ്റിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ കോവിഡ് ക്ലിനിക്ക് തുറക്കാനൊരുങ്ങി ആമസോൺ. ഈ മാസം 24ഓടെ കോവിഡ് ക്ലിനിക്ക് പ്രവർത്തന സജ്ജമാകും. ആദ്യ ദിനം 2000 പേർക്ക് വാക്സിനേഷൻ നൽകും. എലിസബത്ത് രാജ്ഞിയുടെ കാനഡയിലെ പ്രതിനിധി ഗവർണർ ജൂലി പൈറ്റ് രാജിവെച്ചു. പൈറ്റിനെതിരായ റിപ്പോർട്ട് പുറത്തുവരാനിരിക്കെ പൈറ്റ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തലുമായി 2 ഉദ്യോഗസ്ഥർ രംഗത്തെത്തിയിരുന്നു. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ ഈ വർഷം ജൂലൈയിലും കാർണിവൽ സംഘടിപ്പിക്കില്ലെന്ന അധികൃതർ. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിലാണ് നടപടി. അടുത്ത മാസം നടത്താനിരുന്ന കാർണിവലാണ് ജൂലൈയിലേക്ക് മാറ്റിയത്. മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിൽ 15 ദിവസത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. നടപടി വിമത പോരാളികൾ ആക്രമണം ശക്തമാക്കിയതോടെ രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമാണ് വിമതരുമായുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായത്. ഫൈസറും ബയോഎൻടെക്കും സംയുക്തമായി നിർമ്മിച്ച കോവിഡ് വാക്സിൻ ലോകാരോഗ്യ സംഘടനയ്ക്ക് നൽകും. WHO കോവാക്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാക്സിൻ നൽകുന്നത്. ദരിദ്ര രാജ്യങ്ങൾക്ക് വാക്സിൻ എത്തിക്കാനുള്ള പദ്ധതിയാണ് കോവാക്സ്. വാഷിംഗ്ടൺ DC-യിൽ ഏർപ്പെടുത്തിയിരുന്ന കടുത്ത സുരക്ഷാ നിയന്ത്രണങ്ങൾ നീക്കി US സർക്കാർ. മേഖലയിൽ വിന്യസിച്ചിരുന്ന സുരക്ഷാ സേനയെ പിൻവലിച്ചു. ക്യാപിറ്റോൾ ആക്രമണത്തെ തുടർന്നാണ് മേഖലയിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയത്. സ്പെയിനിൽ കോവിഡ് പ്രതിസന്ധിക്കിടെ രാജിക്കൊരുങ്ങി ആരോഗ്യവകുപ്പ് മന്ത്രി സാൽവദോർ ഇല്ല. പ്രാദേശിക തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനു വേണ്ടിയാണ് രാജി. മന്ത്രിയുടെ തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനം. ടാൻസാനിയയിൽ നിന്നും കോങ്കോയിൽ നിന്നുമുള്ള യാത്രക്കാർക്ക് വിലക്കേർപ്പെടുത്തി ബ്രിട്ടൻ. നടപടി ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ ജനിതകമാറ്റമെന്ന കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ ബ്രിട്ടീഷ് ഗതാഗത സെക്രട്ടറിയാണ് ഉത്തരവ് പുറത്തിറക്കിയത്. ജർമ്മനിയിൽ കോവിഡ് മരണം 50,000 കടന്നു. നാഷണൽ ഹെൽത്ത് ഏജൻസിയാണ് കണക്കുകൾ പുറത്തുവിട്ടത്. കോവിഡ് പശ്ചാത്തലത്തിൽ ജർമ്മനിയിൽ ലോക്ഡൌൺ കാലാവധി നീട്ടിയിരുന്നു. പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയ്ക്കുന്ന നൂതന സാങ്കേതിക വിദ്യയ്ക്ക് സാമ്പത്തിക പിന്തുണ പ്രഖ്യാപിച്ച് ടെസ്ല മേധാവി ഇലോൺ മസ്ക്. $10 കോടി നൽകുമെന്ന വാഗ്ദാനം പങ്കുവച്ചത് ട്വിറ്ററിലൂടെ. ചൈനയിൽ ആഫ്രിക്കൻ പന്നിപ്പനിയുടെ പുതിയ വകഭേദം കണ്ടെത്തി. ചൈനയിലെ പന്നി ഫാമുകളിൽ കണ്ടെത്തിയ വൈറസിന്റെ ഉദ്ഭവത്തിന് പിന്നിൽ നിയമാനുസൃതമല്ലാത്ത വാക്സിൻ നടപടികളെന്ന് നിഗമനം. വൈറസ് ബാധ മാസങ്ങൾ നീണ്ടുനിന്നേക്കാമെന്ന് മുന്നറിയിപ്പ്. മാധ്യമങ്ങൾക്ക് പണം നൽകുന്നതിനായി കമ്പനികളെ നിർബന്ധിക്കുന്ന കോഡുമായി മുന്നോട്ടു പോയാൽ ഓസ്ട്രേലിയയിൽ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന മുന്നറിയിപ്പുമായി ഗൂഗിൾ. ഗാർഡിയൻ ഓസ്ട്രേലിയ എന്ന കമ്പനിക്ക് മുന്നറിയിപ്പ്. ഔദ്യോഗിക ഓഫീസ് മുറിയായ ഓവൽ ഓഫീസിൽ മാറ്റങ്ങൾ വരുത്തി പ്രസിഡന്റ് ജോ ബൈഡൻ. മുൻ പ്രസിഡന്റ് ആൻഡ്രൂ ജാക്സന്റെ ഛായാചിത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ നീക്കി. രാഷ്ട്രശില്പികളിൽ ഒരാളായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ ഛായാചിത്രം പുതുതായി വെച്ചു. US മുൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയ്ക്കും ട്രംപ് ഭരണകാലത്ത് 27 ഉദ്യോഗസ്ഥർക്കും പ്രവേശന വിലക്കടക്കം പ്രഖ്യാപിച്ച് ചൈനയുടെ ഉപരോധം. നടപടി ചൈനയുടെ താൽപര്യങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന നടപടികളുടെ പേരിലെന്ന് വിദേശകാര്യ മന്ത്രാലയം. ജെയിംസ് ബോണ്ട് ചിത്രം നോ ടൈം ടു ഡൈയുടെ റിലീസ് തീയതി വീണ്ടും നീട്ടി. ഏപ്രിലിൽ റിലീസ് ചെയ്യാനിരുന്ന ചിത്രം ഒക്ടോബറിലാകും റിലീസ് ചെയ്യുക. തീരുമാനം കോവിഡ് വ്യാപനത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നാലെ. സ്പോർട്സ്. മാഞ്ചസ്റ്റർ സിറ്റി താരം സെർജിയോ അഗ്യൂറോയ്ക്ക് കോവിഡ് പോസിറ്റീവായ വിവരം താരം തന്നെയാണ് പങ്കുവച്ചത്. നിരീക്ഷണത്തിൽ കഴിയുകയാണെന്നും താരം. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ റഫറിംഗിനെതിരെ വീണ്ടും പരാതിയുമായി ഈസ്റ്റ് ബംഗാൾ. ISL-ലെ റഫറിംഗ് എല്ലാ ടീമുകളെയും മോശമായി ബാധിച്ചിട്ടുണ്ടെന്ന് സഹപരിശീലകൻ റനഡി സിംഗ്. ISL-ൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ മുംബൈ സിറ്റി FC നേരിടും. മത്സരം രാത്രി 7:30 ഗോവ തിലക് മൈതാൻ സ്റ്റേഡിയത്തിൽ. ഇന്ത്യൻ ടീം ഓസ്ട്രേലിയയിൽ നടത്തിയ പ്രകടനങ്ങളുടെ കയ്യടി അർഹിക്കുന്നത് രാഹുൽ ദ്രാവിഡാണെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ഇതിഹാസം ഇൻസമാം ഉൽ ഹഖ്. രാഹുൽ യുവതാരങ്ങളെ മാനസികമായി കരുത്തരാക്കി. ദ്രാവിഡനെ മതിൽ എന്ന് വിളിക്കുന്നതിന് വ്യക്തമായ കാരണമുണ്ടെന്നും ഇൻസമാം ഉൽ ഹഖ്. ഇനി നോക്കാം ജില്ലാ വാർത്തകൾ.
കവയത്രി സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി നിയമസഭാ സമുച്ചയത്തിൽ വൃക്ഷത്തൈ നട്ടു. ലൈബ്രറിക്ക് സമീപം സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പവിഴമല്ലി തൈയാണ് നട്ടത്. നിയമസഭാ സമുച്ചയം ഗ്രീൻ പ്രോട്ടോകോൾ പിന്തുടരുന്നതിലൂടെ സുഗതകുമാരിയുടെ സ്മരണ നിലനിർത്തുമെന്ന് സ്പീക്കർ. തിരുവനന്തപുരം ജില്ലയിൽ അമ്പൂരിയിൽ തെരുവുനായ ശല്യം രൂക്ഷം. 7 ആടുകൾ നായുടെ ആക്രമണത്തിൽ ചത്തു. വളർത്തുമൃഗങ്ങൾക്കും മാത്രമല്ല വഴിയാത്രക്കാർക്കും തെരുവുനായകൾ ഭീഷണിയാകുന്നതായി പരാതി. കൊല്ലം കുളത്തൂപ്പുഴയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. പിടിയിലായത് ചന്ദനക്കാവ് സ്വദേശി സജി. പീഡന ശ്രമത്തിനിടെ പെൺകുട്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നു. കൊല്ലം പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റ് ഹൈടെക് ആക്കുന്നതിന് 5 കോടിയുടെ പദ്ധതി. തീരുമാനം പുനലൂർ നഗരസഭയുടെ ആദ്യ കൌൺസിൽ യോഗത്തിൽ. കിഫ്ബി മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയുടെ നിർമ്മാണം കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഏറ്റെടുക്കും. കൊല്ലം ജില്ലയിലെ ഇളമാട്, മൈനാഗപ്പള്ളി, തലവൂർ എന്നീ പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിലും പ്രദേശങ്ങളിലും കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണം. കുമ്മിൾ, കല്ലുവാതകൾ എന്നീ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കി. നിലവിൽ ജില്ലയിൽ 28 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിയന്ത്രണം തുടരുകയാണ്. കൊല്ലം കുണ്ടറ മുളവനയിൽ ബൈക്കിടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചു. മരിച്ചത് ചൊക്കൻകുഴി സ്വദേശി റിനു. അമിത വേഗത്തിലെത്തിയ ബൈക്ക് നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. പത്തനംതിട്ട അടൂരിൽ വാടക വീട് കേന്ദ്രീകരിച്ച് പെൺവാണിഭം. 3 പേർ അറസ്റ്റിൽ. പിടിയിലായത് ജംഷീർ ബാബു, ഷമീല, അനിത എന്നിവർ. ഇവരിൽ നിന്ന് കഞ്ചാവും പിടികൂടി. ആലപ്പുഴ ജില്ലയിലെ കായംകുളം നഗരത്തിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നത് പതിവാകുന്നതായി പരാതി. ദേശീയപാതയിൽ ONK ജംഗ്ഷൻ സമീപം LIC ഓഫീസിന് മുന്നിൽ പൈപ്പ് പൊട്ടി വെള്ളക്കെട്ടുണ്ടായിട്ടും പരിഹാര നടപടികൾ ഇല്ലെന്ന് നാട്ടുകാർ. ചെരക്കടവ് പ്രദേശത്തും കുടിവെള്ള പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകുന്നതായി പ്രദേശവാസികൾ. ഇടുക്കി അടിമാലി കല്ലാർകുട്ടിയിൽ ടോറസ് ലോറി വ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറി. 3 പേർക്ക് പരിക്ക്. പരിക്കേറ്റത് ലോറി ഡ്രൈവറായ വിഷ്ണു, കല്ലാർകുട്ടി സ്വദേശിയായ തുരുത്തേൽ അഭിലാഷ്, ഇന്ദുങ്കൽ രവി എന്നിവർക്ക്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇടുക്കി തൊടുപുഴ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് UDF-ൽ നിന്ന് 3ഉം BJP-യിൽ നിന്ന് 2 കൌൺസിലർമാർ തെരഞ്ഞെടുക്കപ്പെട്ടു. വികസനം, ക്ഷേമകാര്യം, ആരോഗ്യം എന്നീ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ UDF-ന് ലഭിച്ചു. പൊതുമരാമത്ത്, വിദ്യാഭ്യാസം സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ BJP-ക്ക്. ഇടുക്കി ജില്ലയിൽ പ്രധാനമന്ത്രി ഗ്രാമസഡക് യോജന പദ്ധതിയിലൂടെ 12 റോഡുകൾക്ക് അംഗീകാരം. അനുമതി ലഭിച്ചത് 64.93 കോടി രൂപ ചെലവ് വരുന്ന 12 റോഡുകൾക്ക്. റോഡുകളുടെ ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കും. കൊച്ചി വാട്ടർ മെട്രോ പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ. 15 പ്രധാന റൂട്ടിലൂടെ 10 ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി. വൈറ്റില മൊബിലിറ്റി ഹബിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം അടുത്ത മാസം. എറണാകുളം മഞ്ഞപ്ര പഞ്ചായത്തിൽ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം തുടങ്ങി. പഞ്ചായത്ത് വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പരിശീലനം. ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് ഇടശ്ശേരി നിർവഹിച്ചു. തൃശൂർ കൊരട്ടിയിൽ ഓക്സിജൻ ടാങ്കർ മറിഞ്ഞു. അപകടത്തിൽ ചോർച്ചയില്ല. ആശുപത്രി ആവശ്യത്തിനുള്ള ഓക്സിജൻ ഇറക്കി തിരിച്ചു പോകുമ്പോഴാണ് അപകടം. ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. തൃശൂർ തിരുവില്ലാമല ഭാരതപ്പുഴയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് കുത്താമ്പുള്ളി സ്വദേശി അമരാവതി. 3 ദിവസമായി അമരാവതിയെ കാണാനില്ലായിരുന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചു. പാലക്കാട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ജില്ലാ അദാലത്തിൽ യുവജന കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ടി മഹേഷ്, PP സുമോദ് എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ. യോഗത്തിൽ നഗരസഭ കോൺഗ്രസ് കൌൺസിലർമാർക്ക് സ്വീകരണം നൽകി. കേരളത്തിലെ നെൽകർഷകരെ സംസ്ഥാന സർക്കാർ ബജറ്റിൽ വഞ്ചിച്ചെന്നാരോപിച്ച് BDJS-ന്റെ പ്രതിഷേധ ധർണ. പാലക്കാട് സ്റ്റേഡിയം, ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN അനുരാഗ്. ബജറ്റിൽ പ്രഖ്യാപിച്ച നെല്ലിന്റെ താങ്ങുവില 52 പൈസയുടെ വർധനവ് അപര്യാപ്തമെന്നും താങ്ങുവില കിലോയ്ക്ക് 35 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും ആവശ്യം. പാലക്കാട് അരിവാൾ രോഗം ബാധിച്ച് വിദ്യാർത്ഥിനി മരിച്ചു. അട്ടപ്പാടി ഷോളയാർ സ്വദേശി ദീപയാണ് മരിച്ചത്. അഗ്ലി GVHS ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. കരിപ്പൂർ വിമാനത്താവളത്തിലുണ്ടായ അപകടത്തെക്കുറിച്ച് അന്വേഷണ സമിതി കൂടുതൽ വിവരങ്ങൾ തേടുന്നു. കഴിഞ്ഞ ദിവസം കരിപ്പൂരിലെത്തിയ സമിതി അംഗം തകർന്ന വിമാനം വീണ്ടും പരിശോധിച്ചു. വീണ്ടും അന്വേഷണത്തിലെത്തിയത് അപകടം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ 2 മാസം കൂടി സമയം നീട്ടി നൽകിയതിനു പിന്നാലെ. മുതിർന്ന കോൺഗ്രസ് നേതാവും കോഴിക്കോട് DCC വൈസ് പ്രസിഡന്റുമായ EV ഉസ്മാൻ കോയ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. ഫ്രാൻസിസ് റോഡിലെ വീട്ടിൽ രാവിലെയായിരുന്നു അന്ത്യം. സംസ്കാരം വൈകിട്ട് നടക്കും. കോഴിക്കോട് ജില്ലയിൽ നിർത്തിയിട്ട വാഹനങ്ങളിൽ നിന്ന് പെട്രോൾ ഊറ്റുന്ന സംഘം പിടിയിൽ. പ്രായപൂർത്തിയാവാത്ത 4 പേരുൾപ്പെടെ 5 പേർ സംഘത്തിൽ. ഇവരിൽ നിന്ന് 4 കുപ്പികൾ നിറയെ പെട്രോളും കണ്ടെടുത്തു.
കാലിക്കറ്റ് സർവകലാശാല ഓരോ വർഷവും നടത്തുന്ന പരീക്ഷകളുടെ ഉത്തരക്കടലാസുകൾ കോളേജുകളിൽ നിന്നായി ഏറ്റെടുത്തെത്തിക്കാൻ തപാൽ വകുപ്പുമായി ധാരണ. തീരുമാനം തപാൽ അധികൃതരും യൂണിവേഴ്സിറ്റി അധികൃതരും നടത്തിയ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ തീരുമാനം ധാരണാപത്രം അന്തിമാംഗീകാരത്തിന് പോസ്റ്റ് മാസ്റ്റർ ജനറലിന് സമർപ്പിച്ചു. വയനാട്ടിൽ ദേശീയപാത പാതിരിപ്പാലത്ത് വാഹനം കുറുകിയിട്ട് ആക്രമണം നടത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് തൃശൂർ വരന്തരപ്പള്ളി സ്വദേശി സിനീഷ്. കഴിഞ്ഞ മാസം 13-നാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. വയനാട് കുറിച്ചർമല പ്ലാന്റേഷനിൽ പ്രവർത്തനം പുനരാരംഭിച്ചു. 1.5 വർഷത്തോളം അടഞ്ഞുകിടന്ന എസ്റ്റേറ്റാണ് പ്രവർത്തനം തുടങ്ങിയത്. എസ്റ്റേറ്റ് തുറക്കാൻ തീരുമാനമായത് സംയുക്ത ട്രേഡ് യൂണിയൻ ഇടപെടലിനെ തുടർന്ന്. വയനാട് കാരാപ്പുഴ ഡാമിലെ ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. സംഭരണ ശേഷി 76.5 മില്യൺ ക്യൂബിക് മീറ്ററിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യം. വെള്ളം കയറുന്ന ഭൂമികൾ ഏറ്റെടുക്കാനുള്ള തുക സർക്കാർ അനുവദിച്ചു. കണ്ണൂർ സർവകലാശാല PVCയായി സാബു അബ്ദുൽ ഹമീദ് ചുമതലയേറ്റു. നാക് റീ അക്രഡിറ്റേഷനിൽ മെച്ചപ്പെട്ട ഗ്രേഡിംഗ് നേടിയെടുക്കുക, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് വർക്കിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് പ്രാഥമിക പരിഗണന. കാസർഗോഡ് 6 വയസ്സുകാരിക്ക് മദ്യലഹരിയിൽ രക്ഷിതാക്കളുടെ മർദ്ദനം. സംഭവം വെസ്റ്റ്ലേരി പറമ്പയിൽ. കുട്ടിയെ മർദ്ദിക്കുകയും മുഖത്ത് കാന്താരി തേച്ചുവെന്നാണ് പരാതി. കുട്ടിയുടെ രക്ഷിതാക്കളായ തമ്പി, ഉഷ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. കാസർഗോഡ് കാറിൽ കടത്തുകയായിരുന്ന സ്വർണവുമായി കർണാടക സ്വദേശികൾ പിടിയിൽ. അറസ്റ്റിലായത് ബെൽഗാം സ്വദേശികളായ തുഷാർ, ജ്യോതിറാം എന്നിവർ. വാഹന പരിശോധനയ്ക്കിടെ ഇവരിൽ നിന്ന് 4 കിലോ സ്വർണം പിടികൂടി. ജയസൂര്യ നായകനാക്കി പ്രജേഴ്സൻ സംവിധാനം ചെയ്ത ചിത്രം വെള്ളത്തിലെ ലിറിക് വീഡിയോ പുറത്തിറങ്ങി. ആകാശമായവളെ എന്ന ഗാനത്തിന്റെ ലിറിക് വീഡിയോയാണ് പുറത്തിറങ്ങിയത്. ബിജുബാന്റെ സംഗീതത്തിൽ ഷഹബാസ് അമനാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ദേശീയ ചലച്ചിത്ര അവാർഡിൽ മലയാളത്തിൽ നിന്നും 17 ചിത്രങ്ങൾ. മോഹൻലാൽ പ്രിയദർശൻ ചിത്രം മരക്കാർ, അറബിക്കടലിന്റെ സിംഹവും ലിജോ ജോസ് പല്ലേശ്ശേരിയുടെ ചിത്രം ജല്ലിക്കെട്ടും അന്തിമ റൗണ്ടിലെത്തിയ 100 ചിത്രങ്ങൾ അവാർഡ് നിർണയത്തിനായി അടുത്ത മാസം ജൂറി അംഗങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ 7% പകരം 12% പലിശ നിരക്കിൽ ലഭ്യമാക്കുമെന്ന സന്ദേശം വ്യാജം. കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയുടെ പലിശ നിരക്ക് ഉയർത്തുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവും പുറത്തിറക്കിയിട്ടില്ല. മൊറാദാബാദിൽ ആരോഗ്യ പ്രവർത്തകൻ കോവിഡ് വാക്സിൻ സ്വീകരിച്ചതിന് ശേഷം മരിച്ചു എന്ന വാർത്ത വ്യാജം. നിരവധി മാധ്യമങ്ങളാണ് വ്യാജ വാർത്ത ഷെയർ ചെയ്തിരിക്കുന്നത്. തായ്ലൻഡിലെ പട്ടാനിയിൽ നീല നിറത്തിലുള്ള വെള്ളപ്പൊക്കം എന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ വ്യാജം. പ്രദേശത്ത് ഈ മാസം ആദ്യം വെള്ളപ്പൊക്കമുണ്ടായിരുന്നു. എന്നാൽ വെള്ളത്തിന്റെ നീലനിറം എഡിറ്റ് ചെയ്ത് നിർമ്മിക്കപ്പെട്ടതാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇപ്പോൾ കിട്ടിയത് കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ വിമതപക്ഷവും ഔദ്യോഗിക പക്ഷവും തമ്മിൽ തർക്കം. വിമതരെ വിമർശിച്ച അശോക് ഗെഹ്ലോട്ട്. എതിർപ്പറിയിച്ച വിമതർ. അസമയത്തെ വിമർശനം പാർട്ടിയെ കൂടുതൽ ക്ഷീണത്തിലാക്കിയെന്ന ആരോപണം. മുഖ്യമന്ത്രി ഒഴികെയുള്ള മന്ത്രിമാർ അദാലത്തുമായി ജില്ലകളിലേക്ക് പരാതികൾ നേരിട്ട് കേട്ട് പരിഹാരമുണ്ടാക്കും. ഒരു ജില്ലയിൽ 3 അദാലത്ത് സംഘടിപ്പിക്കും. ഇന്ത്യൻ കോവിഡ് വാക്സിൻ കോവിഷീൽഡ് മ്യാൻമറിലെത്തിച്ചു. രാജ്യത്തെത്തിച്ചത് 1.5 മില്യൺ ഡോസ് വാക്സിൻ. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി സംസ്ഥാനത്തെ പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. 78,903 നിന്ന് 1,10,790 പോളിംഗ് സ്റ്റേഷനുകളായി ഉയർത്തി. കുസാറ്റിൽ കോവിഡ് നിയന്ത്രണം. ഈ മാസം 25 വരെ അധ്യാപകർക്കും അനധ്യാപകർക്കും വർക്ക് ഫ്രം ഹോം. തീരുമാനം ക്യാമ്പസിൽ പരീക്ഷ എഴുതിയ കുട്ടിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും യോഗങ്ങൾക്കും മാറ്റമില്ല. അടുത്ത 100 ന്യൂസ് 5:30.